കിം ജോങ് ഉൻ തന്റെ മകളെ പിൻഗാമിയായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ഉത്തര കൊറിയ ഒരു അധികാര മത്സരത്തിലേക്കാണ് പോകുന്നത് എന്നുറ്റുനോക്കുകയാണ് ലോകം. ഒരു വശത്ത് 13-കാരിയായ മകൾ കിം ചു എ, മറുവശത്ത് സഹോദരി കിം യോ ജോങ്. ഉത്തര കൊറിയയിൽ കിം കഴിഞ്ഞാൽ രണ്ടാമത്തെ ശക്തിയായ വ്യക്തി അദ്ദേഹത്തിന്റെ സഹോദരി കിം യോ ജോങ് ആണ്. കിമ്മിന് ശേഷം അധികാരത്തിലെത്തുമെന്ന് കരുതിയിരുന്നതും ഇവരെയാണ്. മകളെ പിൻഗാമിയാക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് സഹോദരി വഴങ്ങില്ലെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻ ഡെപ്തിലേക്ക്. ദ മോസ്റ്റ് ഡേഞ്ചറസ് 13-year-old കിം ജോ എ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും അപകടകാരിയായ 13-കാരി. കിമ്മിനെ പോലെ തന്നെ അടിമുടി ദുരൂഹതയാണ് കിം ജോ എയെ പറ്റിയും ചുറ്റിപ്പറ്റി കേൾക്കുന്നത്. 2022 നവംബറിലാണ് ജു എ ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് പിതാവിനൊപ്പം മിസൈൽ ടെസ്റ്റുകൾ, സൈനിക പരേഡുകൾ, ഫാക്ടറി സന്ദർശനങ്ങൾ അടക്കം നിരവധി പ്രധാന ഇവന്റുകളിലും ജു എ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം രണ്ടാം ലോക യുദ്ധ വിജയവുമായി ബന്ധപ്പെട്ട വിക്ടറി പരേഡിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ചൈനീസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ ബീജിംഗിലേക്ക് നടത്തിയ യാത്രയും ലോക ശ്രദ്ധ നേടിയിരുന്നു. ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മീഡിയ ഇവരെ പ്രിയപ്പെട്ട മകൾ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പേര് പരസ്യമായി പറയാറില്ല. അധികാര കൈമാറ്റത്തിനുള്ള ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് നടക്കുന്നുവെന്നും ഈ മാസം അവസാനം നടക്കുന്ന വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ പാർട്ടി കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തന്റെ 42-ാം വയസ്സിൽ തന്നെ 4ാം തലമുറയിലേക്കുള്ള അധികാര കൈമാറ്റത്തിന് തുടക്കമിടുകയാണ് കിം ജോങ് ഉൻ. എന്നാൽ ഒരു 13 വയസ്സുകാരിക്ക് ഉത്തര കൊറിയ പോലൊരു രാജ്യം നയിക്കാൻ അനുഭവ സമ്പത്തും പിന്തുണയും ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയർന്നു വന്നിരുന്നു. ഇവിടെ നിന്നാണ് കിം ജോങ് ഉന്നിന്റെ സഹോദരിയും ഉത്തര കൊറിയയിലെ നിർണായക അധികാര കേന്ദ്രവുമായ കിം യോ ജോങ് കളത്തിലേക്ക് എത്തുന്നത്. ഉത്തര കൊറിയയുടെ അധികാര ശ്രേണിയിൽ പരമാധികാരി കിം ജോങ് ഉൻ കഴിഞ്ഞാൽ ഏറ്റവും കരുത്ത് കരുതപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരി കിം യോ ജോങ്ങിനെയാണ്. വർക്കേഴ്സ് പാർട്ടിയുടെ പ്രചാരണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥയായ ഇവർക്ക് സൈന്യത്തിലും പാർട്ടിയിലും ശക്തമായ പിന്തുണയുണ്ട്. 2020-ൽ കിം ജോങ് ഉന്നിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ താൽക്കാലികമായി തീരുമാനങ്ങൾ എടുത്തത് യോ ജോങ് ആയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ദക്ഷിണ കൊറിയയ്ക്കും അമേരിക്കയ്ക്കുമെതിരെ ഭീഷണി മുഴക്കിയ യോ ജോങ് അവരുടെ മൂർച്ചയേറിയ വാക്കുകളാൽ പ്രശസ്തയാണ്. യോ ജോങ് സ്വയം അധികാരം പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നുണ്ട് എന്നും കുടുംബാംഗങ്ങളെ പോലും ഇല്ലാതാക്കാൻ മടിക്കില്ലെന്നും ആരോപണമുണ്ട്. എതിരി നിൽക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഇല്ലാതാക്കുന്നതാണ് കിമ്മിന്റെയും രീതിയെന്നാണ് പറയപ്പെടുന്നത്. കിമ്മിന്റെ അർദ്ധ സഹോദരൻ കിം ജോങ് നാം 2017 ഫെബ്രുവരിയിൽ മലേഷ്യയിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിന് പിന്നിലും കിം ആണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇപ്പോൾ മകളെ പിൻഗാമിയായി കിം പ്രഖ്യാപിച്ചാൽ യോ ജോങ് അത് അംഗീകരിക്കുമോ എന്നതാണ് ദക്ഷിണ കൊറിയയടക്കം ആകാംക്ഷയോടെ നോക്കുന്നത്. കിം പൂർണ്ണ ആരോഗ്യവാനാണ്. എങ്കിലും നേരത്തെ തന്നെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നത് രാജ്യത്തിന്റെ സ്ഥിരതയ്ക്കും ആണവ പദ്ധതികൾക്കും വേണ്ടിയാണെന്നാണ് വിലയിരുത്തൽ. ഈ മാസം നടക്കാനിരിക്കുന്ന വർക്കേഴ്സ് പാർട്ടി കോൺഗ്രസിൽ ജു എ പ്രത്യക്ഷപ്പെട്ടാൽ അത് ഔദ്യോഗിക സ്ഥിരീകരണമാകും.